എങ്ങനെയുണ്ട് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വിലയിരുത്തുന്നത്? ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കൊട്ടാരക്കര മണ്ഡലത്തിൽ വിജയിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റെല്ലാം മേടിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ കേരളത്തിൽ പൊതുവിലുണ്ടായ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കൊട്ടാരക്കര സീറ്റിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി സ്ഥാനാർത്ഥിയായി വിജയിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ആ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും നിങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു, വോട്ടർമാർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു, ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷം മറ്റ് സ്ഥാനാർത്ഥികൾ എല്ലാവർക്കും നന്ദി പറയുന്നു, ഉദ്യോഗസ്ഥന്മാരുടെ വലിയ സഹായമുണ്ട്, നന്ദി പറയുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആകെ നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ആ തിരിച്ചടി ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നുള്ളത് സത്യമാണ്. നിങ്ങളും പ്രതീക്ഷിച്ചിരുന്നതല്ല. കാരണം ഞാൻ മാധ്യമപ്രവർത്തകരുടെ പഠനങ്ങളിലൊന്നും ഇത്രയും ഒരു വിവരമില്ല. അപ്പോൾ അങ്ങനൊരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ശരിക്കും പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. കാരണം ജനങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെന്ന നിലയിൽ, രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ നിന്നുണ്ടായ പാഠം മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നൽകുന്ന പാഠങ്ങൾ വളരെയേറെ കാര്യങ്ങളാണ്. അത് നമുക്ക് കൂടുതൽ പരിശോധിക്കുകയും ചർച്ച ചെയ്യേണ്ടി വരും. ഞങ്ങളുടെ മുന്നണി എന്ന നിലയിലും വ്യക്തികളെന്ന നിലയിലും ഘടകങ്ങൾ എന്ന നിലയിലും ചർച്ച ചെയ്യും. ഒരു ഭരണവിരുദ്ധ വികാരമായിട്ട് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരമാണോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടല്ല ജനങ്ങൾ കൂടുതൽ ചിന്തിച്ചത് എന്നുള്ളതാണ്. അതിന് പല ഘടകങ്ങൾ കാണും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തൊരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എല്ലാം നിൽക്കുമ്പോൾ തന്നെ ജനങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അത് പല കാര്യങ്ങളും രാഷ്ട്രീയമായി ചർച്ച ചെയ്യേണ്ടി വരും. ഭരണവിരുദ്ധ വികാരം എന്നൊരു വാക്കിനകത്ത് മാത്രം ചുരുക്കാവുന്നൊരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ജനങ്ങൾ കാണുന്നുണ്ട് മറ്റ് സ്റ്റേറ്റുകളിലെ ഗവൺമെൻറ്റുകൾ പലതും ഇപ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് പോവുകയും സർക്കാർ ശമ്പളം കൊടുക്കുന്നതിൽ ഉൾപ്പെടെ പുറകോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുമ്പം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെയാണ് അവർ ചിന്തിച്ചതെന്ന് നമുക്കറിയില്ല. അതിനൊക്കെ നമുക്ക് സമയം എടുത്തിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഞാൻ പറയുന്നത് അർഹമായ ഒരു വിജയം കിട്ടിയില്ല. ചെറിയൊരു പരാജയമല്ല, അർഹമായ വിജയം കിട്ടിയില്ല. പക്ഷേ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ തരത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള പോരായ്മകൾ നോക്കി ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കി മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം, വ്യാജ പ്രചരണവും കള്ളപ്രചരണവും ഒക്കെ കാണും. ഇതൊക്കെ എന്തായാലും ജനങ്ങളുടെ മനസ്സിലേക്ക് ചെന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഇതെല്ലാം വരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യും. എന്തായാലും തെരഞ്ഞെടുപ്പിനകത്തുണ്ടായ ഒരു പരാജയം, ആ പരാജയം ഞങ്ങൾ പരിശോധിക്കേണ്ടതാണ്, പരിശോധിക്കും. തുടർന്നുള്ള കാര്യങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ബന്ധപ്പെട്ട കമ്മിറ്റികളും ഞങ്ങളുടെ LDFും എല്ലാം ചർച്ച ചെയ്യും. ധർമ്മടത്ത് മുഖ്യമന്ത്രി ജയിച്ചെങ്കിൽ പക്ഷേ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തത് 50,000 ഭൂരിപക്ഷം കിട്ടിയ സ്ഥലത്ത് ഏറ്റവും വളരെ കുറഞ്ഞ മെജോറിറ്റിക്ക് എന്താണ് മുഖ്യ മണ്ഡലത്തിൽ ധർമ്മടത്ത് അത് ഒരു പാർട്ടിയുടെ ചുവപ്പ് വോട്ട് കൂടിയാണത്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഞങ്ങളുടെ ആകെ നേതാവെന്ന നിലയിൽ ഉള്ള ഒരാളാണല്ലോ, ഒരു വ്യക്തി മാത്രമല്ല, ഒരു മുന്നണിക്കാകെ. ഇപ്പോൾ ഞങ്ങളൊക്കെ ഈ മണ്ഡലത്തിൽ ഇപ്പം ഞങ്ങളുടെ ഈ കൊല്ലം ജില്ലയിലെ ഓരോ സീറ്റിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ സീറ്റിലും ഉണ്ടായ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു ട്രെൻഡ് എല്ലാ സീറ്റിലും ഉണ്ടാവും. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, പൊതുവിൽ LDFിൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിൽ ക്യാമ്പയിനകത്തൊക്കെ വന്നേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, അത് നോക്കിയിട്ടാണ് വേണ്ടത്. അല്ലാതെ ഒരു ഒറ്റപ്പെട്ട കേസുകളായിട്ടോ വ്യക്തികളെ മാത്രമായിട്ടോ അല്ല ഇത്തരം കാര്യങ്ങൾ കാണേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടുത്തിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും വലിയ ഭൂരിപക്ഷം നേടും എന്നാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. ജനവികാരം കാണുന്നതിൽ വലിയ പാർട്ടി വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളെല്ലാവരും നടത്തിയ അസസ്മെൻറ്റിനകത്ത് പറഞ്ഞിരുന്നത് 60 മുതൽ 80 വരെയുള്ള സീറ്റിനകത്തുള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ TVK എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ കക്ഷി ഭരണത്തിലേക്ക് വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ആ സ്റ്റഡി, അവരുടെ എക്സിറ്റ് പോളിനെ എല്ലാവരും കളിയാക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതല്ല പലപ്പോഴും വരുന്നത്. എന്നാൽ എക്സിറ്റ് പോളുകൾ എല്ലായ്പ്പോഴും ശരിയാവാറുണ്ടോ? മിക്കവാറും സമയത്ത് അത് ശരിയാവാറുമില്ല. അപ്പോൾ നമ്മൾ കാണാത്ത പല ഘടകങ്ങളും കാണും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് വിശദമായി നോക്കിയിട്ടല്ലേ ഇതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞല്ല, അപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ധാരണയിലുണ്ടായിരുന്ന എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് കിട്ടിയ അറിവ് വെച്ച പറഞ്ഞ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വോട്ട് വന്നപ്പോൾ കണക്കിതാണ്, ഇത്ര വോട്ടാണ് കിട്ടിയത്, ഓരോ ബൂത്തിൻ്റെ മേഖലയിൽ ഇതാണ് വന്നത്. ആ കണക്കൂടെ വെച്ചിട്ടാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റും. അത് നോക്കിയിട്ടായിരിക്കും പറയാൻ പറ്റും. അടുത്തങ്ങമില്ലാതെ NDA 3 സീറ്റുകളിൽ വിജയിച്ചിരിക്കുകയാണ്. 3ഉം LDFിൻ്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. കൊല്ലം ജില്ലയിൽ തന്നെ ചാത്തന്നൂരിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ
സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉൾപ്പെടെ LDF എവിടെയെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ സാറേ? NDA 3 സീറ്റ് അവർക്ക് കിട്ടി. ഒരു സീറ്റ് വളരെ ചെറിയ വോട്ടല്ലേ, 20 വോട്ടാണ്. അപ്പോൾ NDAക്ക് 3 സീറ്റ് അവർക്ക് കിട്ടി. നേരത്തെ അവർക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. NDAക്ക് നേരത്തെ ഒരു സീറ്റ് കിട്ടി, വളരെ ചെറിയ വോട്ടിന് കിട്ടാതിരുന്നിട്ടുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം പോലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കുന്നില്ലല്ലോ, എന്തൊക്കെയാണ് നോക്കണം. ഞാൻ പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കൗണ്ടിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങ് പറയാനൊന്നും പറ്റില്ല. ഈ കാര്യങ്ങൾ നോക്കേണ്ടതാണ്. നേരത്തെയും അവർക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും BJPക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് വോട്ട് കിട്ടാനും മുന്നോട്ട് വരാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതൊരു പാർട്ടിക്കാരും പരിശോധിക്കുമല്ലോ. പരിശോധിച്ചിട്ട് എന്തായാലും ജനങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നൊരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ഈ കാര്യത്തിൽ എന്താണ് ജനങ്ങളെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളവരുന്ന് കേട്ടിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യും. അതുണ്ടാവുക എന്നുള്ളത് നമ്മുടെ എല്ലാ ആവശ്യമല്ലേ. ഇടതുപക്ഷം ശക്തമായിട്ട് കേരളത്തിലില്ലെങ്കിൽ പത്രപ്രവർത്തനം ഇതേപോലെ നടത്താൻ പറ്റുമോ? മറ്റ് സ്റ്റേറ്റിൽ നടത്താൻ പറ്റുന്നുണ്ടോ? അതാലോചിച്ചാൽ മതി. അപ്പോൾ കേരളത്തിലാകെ മെച്ചപ്പെട്ടൊരു കേരളത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ചിലപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ തിരിച്ചടി ഉണ്ടാവും. അതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയല്ല. അത് ജനങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവരോട് സംസാരിച്ച് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനം ഉണ്ടാവും.